കർണാടകയിൽ വെടിവെപ്പ്. വേട്ടയ്ക്കായി കാട്ടിൽ കയറിയ 3 പേരെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നു. ചാമരാജനഗർ ജില്ലയിലെ കാവേരി വന്യജീവി സങ്കേതത്തിനുള്ളിലെ ഷാഗ്യ വനമേഖലയിലാണ് സംഭവം. വനം വകുപ്പിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാതെ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയാണ്. സംഭവത്തിൽ സർക്കാർ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സജിത്ത് വിവരങ്ങൾ വെച്ചിരുന്നു. സജിത്ത്, ഒരു നിയമലംഘനമാണെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ഷൂട്ടൗട്ട്, അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? എന്താണ് സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതികരണം? എന്തെങ്കിലും വരുന്നുണ്ടോ? എന്തോ വലിയ പ്രക്ഷോഭമാണ് കർണാടകയിൽ നടക്കുന്നത്. 3 പേരെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് 3 പേരെ വെടിവെച്ച് കൊന്നത്. ഇവർ വനം വേട്ടക്കാരാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവരെ വെടിവെച്ച് കൊന്നിരിക്കുന്നത്. ആന്റണി സാമി, പീറ്റർ കുമാർ എന്നിങ്ങനെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മരണത്തിൽ അതേസമയം ഇവരെ ഗ്രാമവാസികളാണെന്നും അവർ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വനത്തിൽ പ്രവേശിച്ചതാണെന്നുമാണ് പ്രദേശവാസികളുടെ നിലപാട്. എന്തായാലും വലിയ പ്രതിഷേധം നടക്കുകയാണ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രക്ഷോഭത്തിനൊടുവിൽ ഇപ്പോൾ മജിസ്ട്രീരിയൽ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി വിഷയം മാറുകയാണ്. ചാമരാജനഗറിലെ ചാക്യ ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. 3 പേരെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നത്. ഈ കൊല്ലപ്പെട്ട പലരും വളരെ മൃതദേഹം വികൃതമാക്കപ്പെടുന്ന രീതിയിലാണ് അവരുടെ മൃതശരീരം. അതുകൊണ്ട് തന്നെ ഇത് പോലീസ്, വനംവകുപ്പ് ഗൺ പോയിന്റിൽ നിർത്തി ഇവരെ വെടിവെച്ച് കൊന്നു എന്നതാണ് പറയുന്നത്. അതായത് ഒരു ഏറ്റുമുട്ടലിനിടയിൽ ഉണ്ടായ കൊലപാതകമല്ല എന്നതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം. അതേസമയം വനംവകുപ്പിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്: ഇവർ മൃഗങ്ങളെ വേട്ടയാടുന്നതിനിടയിലാണ് ഇവരെ കാണുന്നത്. വനംവകുപ്പിൻ്റെ പട്രോളിംഗ് സംഘത്തിന് നേരെ ഈ 3 പേർ വെടിവെച്ചു. ആത്മരക്ഷാർത്ഥം ഇവർ തിരികെ വെടിവെച്ചതാണ്. അപ്പോഴാണ് 3 പേരും കൊല്ലപ്പെട്ടത് എന്നതാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. എന്തായാലും ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയും പ്രദേശത്തെ വനംവകുപ്പിൻ്റെ ഓഫീസ് അടക്കം ആളുകൾ അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. സർക്കാർ ഇപ്പോൾ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പ്രദേശത്തെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് കർണാടകയിൽ. അവിടെ 3 പേരെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നത്. സജിത്ത് സൂചിപ്പിച്ചു, മൃതദേഹങ്ങൾ അതിരൂക്ഷമായി, അതിക്രൂരമായി വികൃതമാക്കപ്പെട്ട തരത്തിലായിരുന്നു എന്നതുകൂടി സൂചിപ്പിക്കണം. അത്തരത്തിൽ വലിയ പ്രതിഷേധമുയരുന്നു. ബന്ധുക്കൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. ഒരു മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ വെടിവെക്കാനുള്ള നിർദ്ദേശം നൽകിയത്, അല്ലെങ്കിൽ ആ വെടിവെപ്പുണ്ടായത് എന്നുള്ളതൊക്കെ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സജിത്ത്, വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇനി ഇവർ എന്തെങ്കിലും സ്ഥിരം ഇങ്ങനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നുള്ള പരാതിയോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടോ? ഇത് ഏത് പ്രദേശത്താണ് ഈ സംഭവം നടന്നത്? എൽദോ, ഇതിൽ വനംവകുപ്പിൻ്റെ നടപടിയിൽ പ്രാഥമികമായ ചില വീഴ്ചകൾ ഇതിനകം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വനംവകുപ്പ് മന്ത്രി, കർണാടകയിലെ മന്ത്രി തന്നെ ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രി പുട്ടരംഗ ഷെഡ്ഡി ഇക്കാര്യത്തിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മജിസ്ട്രീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ വാദം ഇങ്ങനെയാണ്: ഇത് വളർത്തുമൃഗങ്ങളെ മേയ്ക്കാൻ പോയ നിരപരാധികളായ നാട്ടുകാരാണിവർ. അതിനപ്പുറം ഇവർക്ക് ഈ മൃഗങ്ങളെ വേട്ടയാടുന്ന സംഘവുമായി ഒരു ബന്ധവുമില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. ഗ്രാമീണരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി തൊട്ടടുത്ത് വെച്ച് ഗൺ പോയിന്റിൽ വെടിവെച്ച് കൊന്നു എന്നാണ് ആരോപിക്കുന്നത്. ഇതിലൊരാൾക്ക് കഴുത്തിനാണ് വെടിയേറ്റത് എന്നത് നാട്ടുകാരൻ, ഈ വനപാലകർക്ക് ഇതിൽ വലിയ തരത്തിൽ അവർ ബോധപൂർവം നടത്തിയ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന വാദത്തിന്
കഴമുണ്ട് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ്, നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ വലിയ പ്രതിഷേധമാണ്. രോഷാകുലരായ ഗ്രാമീണർ ഷാക്കിയിലെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സും ഒപ്പം തന്നെ ഓഫീസും അടിച്ചു തകർത്തിട്ടുണ്ട്. സ്ഥലത്തിപ്പോൾ വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുകയാണ്. കാരണം ക്രമസമാധാനത്തിൽ നില തകർന്നതിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടാവുന്നത്, വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. വനംവകുപ്പിൻ്റെ വാദം ഇങ്ങനെയാണ്: ഈ സ്ഥലത്ത് നിന്നും നാടൻ തോക്കും വേട്ടയാടിയ മൃഗത്തിൻ്റെ ഇറച്ചിയും കണ്ടെടുത്തു, ഒപ്പം ഒരു വനപാലകനും ഈ പരിക്കേറ്റു എന്നതും വനംവകുപ്പ് പറയുന്നു. വനംവകുപ്പിൻ്റെ ഇന്നലെ രാത്രിയാണ് സംഭവം. രാത്രികാല പെട്രോളിംഗ് സംഘത്തെ കണ്ട് ഈ വേട്ടയാടൽ സംഘം തിരികെ വെടിയുതിർത്തു. ഇതേ തുടർന്ന് ആത്മരക്ഷാർത്ഥമാണ് തങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെടിവെച്ചതെന്നാണ് അവരുടെ വാദം. ഈ കൊല്ലപ്പെട്ടവർ മൃഗങ്ങളെ വേട്ടയാടാൻ തന്നെ വനത്തിൽ പ്രവേശിച്ച സംഘമാണ് എന്ന് തന്നെയാണ് ഉന്നയിക്കുന്ന ആക്ഷേപം. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. ഗ്രാമവാസികൾ ഒന്നടങ്കം സംഘടിച്ചുവന്ന് ഫോറസ്റ്റ് ഓഫീസും വാഹനങ്ങളും എല്ലാം അടിച്ചു തകർക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരും ഒരു മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ. സംഭവത്തിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന കാര്യം സർക്കാരിൻ്റെ ഭാഗമായി മന്ത്രി തന്നെ ഇപ്പോൾ അംഗീകരിച്ചിട്ടുമുണ്ട്. കർണാടകയിൽ ഒരു വെടിവെപ്പ്, ആ വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ വേട്ടയ്ക്ക് പോയ കാട്ടിൽ കയറിയവരെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു വനംവകുപ്പ് എന്നുള്ളതാണ്. 3 പേരെ, അതിൽ വനംവകുപ്പിൻ്റെ വിശദീകരണത്തിൽ വന്യമൃഗങ്ങളുടെ മാംസം ഉൾപ്പെടെ അവരുടെ പക്കലുണ്ടായിരുന്നു, മാത്രമല്ല അവർ ഇങ്ങോട്ട് വെടിവെച്ചു എന്നൊക്കെയാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള 3 പേരെ വെടിവെച്ചു വന്നതിൻ്റെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. കർണാടകയിൽ വലിയ പ്രതിഷേധമുയരുന്നു. മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയിട്ടില്ല. സർക്കാർ ഒരു മജിസ്ട്രേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യം. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവമാണ്. 3 ജീവനുകളാണ് ആ വെടിവെപ്പിൽ ഇല്ലാതായത്. സജിത്ത്, കൂടുതൽ വിവരങ്ങൾ. എൽദോ, ഇതിൽ പുതിയ ചില അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. അതുപ്രകാരം ഇതിൽ തുടർ നടപടി ഗ്രാമവാസികളുടെ പ്രക്ഷോഭം കൂടി കണക്കിലെടുത്ത് തുടർ നടപടികളിലേക്കും പോവുകയാണ്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് നാട്ടുകാരുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെടിവെപ്പിൽ പങ്കെടുത്ത വനപാലകർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വനത്തിൽ അന്യായമായി പ്രവേശിച്ചതിന് ഗ്രാമവാസികൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കാവേരി വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായ വനപ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മറ്റു ചില നടപടികൾ കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ അവിടെ നിന്നും കണ്ടെടുത്ത മൃഗത്തിൻ്റെ ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഏത് മൃഗത്തിൻ്റേതാണ് എന്നത് അറിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നീക്കമുണ്ടായത്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. കാരണം ഇത് ഗൺ പോയിന്റിൽ നിർത്തിയുള്ള വെടിവെപ്പാണെങ്കിൽ അത് സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമാണ് അത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വനംവകുപ്പ് അവിടുന്ന് കണ്ടെടുത്തെന്ന് പറയുന്ന റൈഫിളുകളും മറ്റും ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീക്കം. ഒപ്പം ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട്. കടുത്ത വിയോജിപ്പുകളും ഇതിൽ വ്യക്തത തേടിയാണ് സംസ്ഥാന സർക്കാരിനോട് വ്യക്തത നൽകാൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൂടി നിലപാടെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുന്നുണ്ട്. വനപാലകരെ അന്വേഷണം പൂർത്തിയാവുന്നതുവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട 3 പേരുടെയും കുടുംബങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങേറ്റം നികൃഷ്ടമായിട്ടുള്ള സംഭവമാണ്, അങ്ങേറ്റം ദാരുണമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള സംഭവമാണ് കർണാടകയിൽ നടന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് 3 പേരെ വെടിവെച്ചു വന്നത്. വനത്തിൽ വേട്ടയ്ക്ക് പോയി എന്നുള്ളതാണ് അവർ നൽകുന്ന വിശദീകരണം. അവർ ആക്രമിച്ചു എന്നും പറയുന്നു. പക്ഷേ അതിനുമപ്പുറത്തേക്ക് കൊല്ലാനുള്ള ഈ ധൈര്യം, കൊല്ലാനുള്ള ഉത്തരവ് ഇത് ആര് നിർദ്ദേശം നൽകുന്നു എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും സമയങ്ങളിൽ ലഭിക്കുമെന്ന് കരുതാം.